നാട് ആപത്തിലാണ്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജയസൂര്യ നായകനെത്തുന്ന പുതിയ സിനിമയാണ് കത്തനാർ. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏകദേശം 5-6 വർഷം സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് സിനിമയുടെ പാക്കപ്പ് ആയിട്ടും കുറച്ച് നാളായി. ഇപ്പോഴാണ് സിനിമ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയത്. സിനിമയുടെ ഗ്രാഫിക്സ് വർക്കായിരുന്നു മെയിൻ പ്രോബ്ലം ആയിട്ടിരുന്നത്. ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു സിനിമയുടെ VFX കാര്യങ്ങളൊക്കെ. സിനിമയുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിരുന്ന രീതിയിലാണ് സിനിമയുടെ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ട്രെയിലർ ഇഷ്ടപ്പെട്ട്. മെയിൻ പറയാനുള്ളത് ഗ്രാഫിക്സ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ആ ഒരു സിനിമാറ്റോഗ്രാഫി എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. സിനിമയിൽ സംസാരിക്കാൻ പോകുന്നത് മലയാളം, തമിഴ് ഭാഷകളൊക്കെ തന്നെയായിരിക്കും. പ്രഭുദേവ സിനിമയിൽ വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ കത്തനാർ എന്നൊരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡുള്ളാവാൻ ചാൻസ് ഉണ്ട്. അതായത് ചെറിയ രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡ് വരാൻ ചാൻസ് ഉള്ളതുപോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സാൻഡി മാസ്റ്റർ ഉണ്ട്, പിന്നെ അനുഷ്ക ഷെട്ടി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ട്രെയിലർ ഡീറ്റെയിലിൽ നോക്കുവാണെങ്കിൽ അനുഷ്ക ഷെട്ടിക്ക് ഒരു ഡയലോഗും കൊടുത്തിട്ടില്ല, ജയസൂര്യയ്ക്ക് ഒരു ഡയലോഗും കൊടുത്തിട്ടില്ല, പ്രഭുദേവയ്ക്ക് ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിലറിനകത്ത് മിക്കവരും സംസാരിക്കുന്നത് തമിഴ് ഭാഷയാണ്. സിനിമ ഇറങ്ങുന്നത് ഒരു പാൻ വേൾഡ് രീതിയിലൊക്കെയാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒരു തമിഴ് കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. സിനിമ പോർച്ചുഗീസിൽ ഇറക്കുന്നുണ്ട്, ചൈനീസിൽ ഇറക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഇറക്കുന്നുണ്ട്, അറബി ഉൾപ്പെടെ ഭാഷയിൽ ഇറക്കുന്നുണ്ട്. പൊതുവെ എപ്പോഴും പറയുന്ന കാര്യം തന്നെ വീണ്ടും പറയുവാണ്, പൊന്നു മക്കളെ ട്രെയിലർ കൊള്ളാം, എല്ലാം കൊള്ളാം, ഡീറ്റെയിലിംഗ് എല്ലാം അടിപൊളി തന്നെയാണ്. സിനിമ സ്റ്റോറിയൊന്നും കൊള്ളത്തില്ല, പടം ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാർ ട്രോളി. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ ഒട്ടുമിക്ക ആൾക്കാർക്കും കത്തനാറിൻ്റെ സ്റ്റോറി അറിയാം. പിന്നെ ട്രെയിലർ കട്ടിനകത്ത് ഒരു കിണർ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും കത്തനാർ പാതാളത്തിലേക്ക് പോയ പാതാള കിണർ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിലും കാണിക്കുവായി. ഇതിൽ കള്ളിങ്കാട്ട് നീലീനെ കൂടെ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.